നമുക്കിപ്പം ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചേരുന്നുണ്ട്. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ആഭ്യന്തര വകുപ്പ് സഹമന്ത്രിയായിരുന്നു അദ്ദേഹം. ഓർമ്മിച്ചെടുക്കാൻ ഒരുപാട് ആത്മബന്ധമുണ്ട് മൻമോഹൻ സിംഗിൻ്റെ സർക്കാരുമായിട്ട് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വെരി ഗുഡ് മോർണിംഗ്. എനിക്കറിയാം അങ്ങേക്ക് ആത്മബന്ധം സൃഷ്ടിച്ച അപൂർവം രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് മൻമോഹൻ സിംഗ്. അന്ന് മന്ത്രിയായിരിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയായിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞൊരു വാചകം എനിക്ക് ഓർമ്മയുണ്ട്. ഹിസ്റ്ററി വിൽ ബി കൈൻഡ് ടു മീ ദാൻ മീഡിയ. ഒരുപക്ഷെ മാധ്യമങ്ങളുടെയൊക്കെ വലിയ അറ്റാക്ക് ആ ഘട്ടങ്ങളിൽ നേരിടുമ്പോഴും അദ്ദേഹത്തിന് വ്യക്തതയുണ്ടായിരുന്നു അല്ലേ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ? എങ്ങനെ ഓർമ്മിക്കുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിനെ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഡോക്ടർ മൻമോഹൻ സിംഗുമായിട്ട് എനിക്ക് 1991 അദ്ദേഹം PV നരസിംഹറാവുവിന്റെ ക്യാബിനറ്റിൽ ധനകാര്യമന്ത്രിയായിരുന്ന സമയത്ത് തന്നെ എനിക്ക് അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ആ ബന്ധം അദ്ദേഹത്തിന്റെ ജീവിത അന്ത്യം വരെ തുടർന്നു കൊണ്ടുപോകാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഊഷ്മളമായ ബന്ധമായിരുന്നു അത്. 91 ഞാൻ കേന്ദ്ര കൃഷി വകുപ്പ് സഹമന്ത്രിയായിരുന്ന കാലം ഞാൻ ഓർക്കുന്നു. ആ കാലത്ത് അദ്ദേഹമായിട്ട് ഒട്ടേറെ സന്ദർഭങ്ങളിൽ ബന്ധപ്പെടാനും അദ്ദേഹമായിട്ട് ആശയവിനിമയം നടത്താനും ഒക്കെ തന്നെ സന്ദർഭമുണ്ടായിട്ടുണ്ട്. 2009, 2014 ഞാൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കീഴിലാണ്. എന്നെ ആഭ്യന്തര സഹമന്ത്രിയായിട്ട് നിയോഗിക്കുന്ന എന്ന കാര്യം അദ്ദേഹമാണ് എന്നെ നേരിട്ട് അറിയിക്കുന്നത്. സോണിയാഗാന്ധി ഞാനും താങ്കളെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അദ്ദേഹം വിളിപ്പിക്കുകയായിരുന്നു. വിളിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, വളരെ സുപ്രധാനമായ ഒരു വകുപ്പിന്റെ ചുമതല നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആ വകുപ്പിൽ നിങ്ങൾ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പിന്നീടാണ് അദ്ദേഹം പറഞ്ഞത് ആഭ്യന്തര സഹമന്ത്രിയായിട്ടാണ് എന്നെ നിയമിക്കാൻ പോകുന്നത് എന്ന കാര്യം. ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഞാൻ ഓർക്കുകയാണ്, 5 വർഷക്കാലം അദ്ദേഹത്തിന്റെ കീഴിലേക്ക് പ്രവർത്തിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുപ്രധാനമായ എല്ലാ യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കാറുണ്ട് മുടങ്ങാതെ. ചില യോഗങ്ങൾ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കും. ആ യോഗങ്ങൾ കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് അദ്ദേഹം ലഞ്ച് കഴിക്കുന്ന സമയം അതെനിക്ക് വികാര നിർഭരനായിട്ട് മാത്രമേ ഓർക്കാൻ സാധിക്കുള്ളൂ. ആ മഹാനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു ചെറിയ ഡബ്ബ, ആ ഡബ്ബയിൽ അദ്ദേഹം കുറച്ച് എന്താണ് പറയേണ്ടത്, നമ്മുടെ റൊട്ടിയും അതുപോലെ സബ്ജിയും കൊണ്ടുവരും. അത് അദ്ദേഹം എടുത്ത് കഴിക്കും. അദ്ദേഹം മറ്റു തരത്തിലുള്ള ഒരു ആർഭാടപൂർവമായ ലഞ്ചും മറ്റു കാര്യങ്ങളൊന്നും അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു മണിക്കൂർ സമയം, ആ ഉച്ചഭക്ഷണത്തിലെ സമയം, അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സ് പങ്കുവെക്കാൻ എനിക്ക് കിട്ടിയിട്ടുള്ള അപൂർവമായ സന്ദർഭമായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. തന്റെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യ കൗമാരങ്ങളെ കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം ഓർത്തെടുക്കാറുണ്ട്. തനിക്ക് സ്വന്തമായിട്ടൊരു ചെരുപ്പില്ലായിരുന്നു എന്ന കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിലങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിച്ച ആ കാലഘട്ടം എന്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ കാലഘട്ടമായിട്ടാണ്. ശ്രീ മുല്ലപ്പള്ളി, അങ്ങ് പോകുന്നുണ്ടോ ഡൽഹിക്ക്? ഞാൻ ഡൽഹിക്ക് പോകുന്നില്ല. ഞാൻ ഡൽഹിക്ക് പോകാത്ത കുറെ കാലം. ഹലോ, കേൾക്കാം. പിന്നെ 1991 ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ കാലത്ത്, ആ കാലത്താണല്ലോ അദ്ദേഹം ധനകാര്യ മന്ത്രിയായിട്ട് PV നരസിംഹറാവുവിന്റെ ക്യാബിനറ്റിലേക്ക് വരുന്നത്. ആ കാലത്തൊക്കെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയെ മുറിച്ചു കടക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ധീരമായ നീക്കങ്ങൾ, നിങ്ങൾ എന്തെല്ലാം തന്നെ പരാതികൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്ന് സാമ്പത്തിക രംഗത്ത് സുസ്ഥിരമായ ഒരു അടിത്തറ ഈ നാട്ടിൽ ഉണ്ടാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ ഈ സാമ്പത്തിക പരിഷ്കരണങ്ങൾ തന്നെയാണെന്ന് ഞാൻ ഉറച്ചു. തീർച്ചയായിട്ടും അത് സംശയരഹിതമായി തന്നെ നമുക്ക് പറയേണ്ടി വരും. കാര്യം അന്ന് IMF മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിലൊന്ന് ഈ ലൈസൻസ് രാജ് അവസാനിപ്പിക്കുകയായിരുന്നു. അത് അദ്ദേഹത്തിന് അനുസരിക്കാൻ നിവൃത്തിയുണ്ടായിരുന്നില്ല. പക്ഷേ അത് അദ്ദേഹം മനോഹരമായി ചെയ്തു. അതിന്റെ ഭാഗമായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നമ്മുടെ സ്വർണം പോലും പണയം വയ്ക്കേണ്ടി വരുന്ന അവസ്ഥയിൽ രാജ്യത്തെ കരുത്തുറ്റ സാമ്പത്തിക ശക്തിയാക്കി. 18% നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ തകർച്ചയിൽ നിന്ന് നമ്മുടെ വളർച്ചാ നിരക്ക് 5.6% ഉയർത്തി. ചെറിയ കാര്യമല്ല, നിസ്സാരമല്ല. മാത്രവുമല്ല, അന്ന് കാർഷിക രംഗത്ത് വലിയ പ്രതിസന്ധി ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു. 72,000 കോടി റുപ്യാണ് കാർഷിക കടങ്ങൾ അദ്ദേഹം എഴുതിത്തള്ളിയത്. അത് നമുക്ക് ലാഘവത്തോടു കൂടി കാണാൻ സാധ്യമല്ല. പിന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഈ അവകാശ നിയമങ്ങളുടെ ഒരു പെരുമഴക്കാലമായിരുന്നു അത് ഞാൻ ഓർക്കുന്നു. ഇന്ന് നമ്മളെല്ലാം തന്നെ വളരെയേറെ കൊട്ടിഘോഷിച്ചുകൊണ്ട് പറയുന്ന തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ വസന്തത്തിന്റെ ഇടിമുഴക്കം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അത്. തൊഴിൽ അവകാശമാക്കാൻ വേണ്ടി എടുത്ത അദ്ദേഹത്തിന്റെ തീരുമാനം, അതുപോലെ ഭക്ഷ്യ സുരക്ഷിതത്വം അത് ഉറപ്പുവരുത്താൻ അദ്ദേഹം കൈക്കൊണ്ട നിലപാട്, അതുപോലെ വിദ്യാഭ്യാസ അവകാശം നിയമം,
വനാവകാശം തുടങ്ങിയിട്ട് ഒരുപാട് അവകാശ നിയമങ്ങളുടെ പെരുമഴക്കാലം എന്ന് ഞാൻ പറയുന്നത് കൊണ്ട് തന്നെയാണ്. തീർച്ചയായും അത്തരം ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. എന്നെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണം എനിക്ക് എല്ലാ അർത്ഥത്തിലും വ്യക്തിപരമായ ഒരു നഷ്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. താങ്ക് യു. അദ്ദേഹം എന്നോട് ഡൽഹിയിലേക്ക് വരാൻ പറയാറുണ്ട്. അദ്ദേഹം പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒഴിവു സമയത്ത് എപ്പോഴും വേണമെങ്കിലും എന്റെ വീട്ടിലേക്ക് വരണം, നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ആത്മബന്ധം അദ്ദേഹമായിട്ട് എനിക്കുണ്ടായിരുന്നു. എന്നെ അങ്ങേയറ്റം സ്നേഹിച്ച, അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ച, എന്റെ വിഷമഘട്ടങ്ങളിലൊക്കെ തന്നെ എനിക്ക് സാന്ത്വനമായിട്ട് എന്റെ കൂടെ നിന്ന ഒരു വലിയ മനുഷ്യനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. താങ്ക് യു ശ്രീ മുല്ലപ്പള്ളി. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യക്ക് തന്നെ പല ഘട്ടങ്ങളിലും ഒരു മാതൃകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഗാവ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിൽ നിന്ന് അവിടെ പട്ടിണിയും ഇരുട്ടും നിറഞ്ഞൊരു ബാല്യത്തിൽ നിന്ന് എങ്ങനെയാണ് മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഡോക്ടർ മൻമോഹൻ സിംഗായി മാറിയത് എന്നതൊരു വല്ലാത്ത കഥയാണ്. മൻമോഹൻ സിംഗിൻ്റെ അന്ത്യകർമ്മങ്ങൾ രാജ്ഘട്ടിനടുത്തായിരിക്കുമെന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭ അതിന് അനുമതി നൽകും. കോൺഗ്രസ് ആസ്ഥാനത്ത് നാളെയായിരിക്കും പൊതുദർശനം.